ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയനാടേക്കുള്ള ട്രിപ്പാണ്. ഇപ്പോൾ സമയം പുലർച്ചെ ഒരു 5 മണിയാകാൻ പോകുന്നു. പക്ഷെ നല്ല മഴയാണ്. ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിട്ട് നിൽക്കുക. നമ്മൾ പ്ലാനിങ്ങിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് എടക്കൽ ഗുഹയും അതേപോലെ തന്നെ നമുക്ക് മുത്തങ്ങയില റോഡ് കാട്ടിലൂടെയുള്ള സഫാരി ഉണ്ട്. അതും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ മേലെ ചൊവ്വയെന്ന് മഴ കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ചൊവ്വയത് അപ്പം വീണ്ടും മഴ. മഴ തീർന്ന പോലെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ജസ്റ്റ് വണ്ടി കയറി സ്റ്റാർട്ടാക്കി ഒരു 50 മീറ്റർ താണ്ടണ്ട വീണ്ടും മഴയായി. ഇപ്പം നമ്മൾ നെടുമ്പോയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പോഴും നോക്കുമ്പോൾ എല്ലാവർക്കും വിശക്കുന്നു പറഞ്ഞു. പിന്നെ കയറി ഭക്ഷണം കൂടി കഴിച്ചിട്ട് കയറിയതിന് ചുരം കയറാൻ പോവാണ്. അപ്പം മഴ കാരണം നമ്മൾ ടൈമിങ്ങൊന്നും തെറ്റിയല്ല. ഈ സമയം കൊണ്ട് നമ്മൾ മുകളിൽ മാനന്തവാടി എത്തിയിട്ടുണ്ടാവും. കഴിച്ച ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കൈയോടെ ചുരം കയറാൻ പോവുകയാണ്. നമ്മളങ്ങനെ ചുരം കയറി ഇതാ വയനാട് നോർത്ത് വയനാട് ആ ഒരു ബോർഡറിലെത്തിയിട്ടുണ്ട്. കൊടുത്തില്ലേ? എടക്കൽ ഗുഹയിലേക്കുള്ള ആ ഒരു പാത്ത് വേ എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ട ചേച്ചിമാർ ടിക്കറ്റ് മുറിക്കും. നമുക്ക് അവിടത്തേക്ക് ചാർജ് ഉണ്ട് 20 രൂപ. ബൈക്ക് 2 വീലർ എടുത്തതിനൊക്കെ 20 രൂപയാണ്. അപ്പം ടിക്കറ്റ് മുറിക്കുന്നതിനൊപ്പം തന്നെ അവർ പറയും ബോട്ടിലെല്ലാം വെച്ചിട്ടുണ്ടാവും വെള്ളത്തിൻ്റെയും കൂൾ ഡ്രിങ്ക്സൊക്കെ. നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടാവും. നിങ്ങൾക്ക് വേറെ വെള്ളം ഒന്നും ഇവിടുന്ന് കഴിഞ്ഞ് ഈ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ മേടിച്ചോ, അത് നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യമായിരിക്കും. തിരിച്ച് ഇവിടെ എത്തുന്നവരെ നിങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളൊരു കുപ്പി നോർമൽ വാട്ടർ മേടിച്ചു. ഇൻ കേസ് കുറേ നടക്കാനുണ്ടല്ലോ എന്തായാലും. പിന്നെ നോക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ നിർത്തിയപ്പം ഇവിടുന്ന് കടന്ന ഉടനെ അതായത് എടക്കൽ ഗുഹേൻ്റെ താഴെ എത്തുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പീടികകളുണ്ട്. അവർ ചുമ്മാ ഇങ്ങനെ സൈഡ് ബിസിനസ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചു. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ഇൻ കേസ് അങ്ങനെയാണോ എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് പോകുന്നവർക്ക് ഇങ്ങനെ അവർ പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്ന കുറേ നിർബന്ധിപ്പിക്കും. അത് ഒരിതാണ്. ഇങ്ങനെ ഇറങ്ങും നമ്മളിതിങ്ങനെ ഈ കുന്നിൽ ഇറങ്ങും. അങ്ങനെയൊന്നും പറയുന്നതാണ് ഈ പച്ചമുള. അങ്ങനെ നമ്മൾ എടക്കൽ കേവ്സിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ വിചാരിക്കുന്നത് ഇനി അധികം നടക്കാനുണ്ടാവില്ല. ആദ്യമായിട്ട് വരുന്നവരോടാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. സമമായിട്ട് നടക്കാനല്ല, നമുക്കിങ്ങനെ കുത്തനെയുള്ള കയറ്റം പോലെയാണ്. കുറച്ച് ടാസ്ക് തന്നെയാണ്. കാലുവേദന, അതായത് മുട്ടുവേദന, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അവരത് മുന്നിൽ കണ്ടിട്ട് അതിൻ്റെ പ്രിക്കോഷൻ എടുത്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. വരുന്നു നിങ്ങൾ പറച്ചിൽ പോയിട്ടുണ്ടോ? അങ്ങനെ എടക്കൽ കേവ്സിൻ്റെ നമ്മൾ ആ ഫസ്റ്റ് ഘട്ടത്തിലെത്തി. ഇതെല്ലാം മെയിൻ കേവ് ഇതിൻ്റെ ഉള്ളിലൂടെ കയറി പിന്നെയും നമുക്ക് കുറേ സ്റ്റെപ്പ്, അതായത് കല്ലിൻ്റെ കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരായിട്ടുണ്ടാക്കിയ കുറച്ച് സ്റ്റെപ്പുണ്ട്. അതും കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള എടക്കൽ കേവ്സിലേക്ക് എത്തുന്നത്. മറ്റേ മൂന്നോട് ഉപയോഗിച്ച സ്ഥലത്തൊക്കെ
എത്തിക്കാൻ പറ്റുന്ന ഒരു 3 കിലോമീറ്റർ പറഞ്ഞു. അങ്ങനെയല്ല ഇത് കാണിക്കുന്ന ഗൂഗിൾ മാപ്പിൽ. നമ്മൾ അത്രയും താഴത്തെ ആ പാർക്കിങ്ങിൻ്റെ ആ ഏരിയ തൊട്ടിട്ട് ഇത്രയും ദൂരം കണ്ടില്ല. ഇപ്പോൾ ഇത്രയും നമ്മൾ ഹൈറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് മെയിൻ എടക്കൽ കേവിൻ്റെ മെയിൻ പാത്ത് വേയിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് ആ ഒരു ചെറിയതായിട്ട് ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ ഇതെല്ലാം ചുമർ ചിത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു എന്നാണ്, പാറകളിൽ കൊത്തിയെടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ടിരിക്കാനുള്ള കാരണം അതാണ്. നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരിന് ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും നല്ല മഴ പെയ്യാൻ സാധ്യത. അതുകൊണ്ട് എല്ലാവരോടും നോക്കിയിട്ട് വേഗം വിട്ടുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന വഴി കണ്ടിട്ട് എത്ര ദൂരം ഉണ്ട്. ഇപ്പോൾ വേറെ വീട് നിൽക്കാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വിട്ടുകൊണ്ട് നമ്മളോട് ഏകദേശം കണ്ടു കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അല്ലേ അത് ഞാൻ പറഞ്ഞേ പക്ഷെ കിട്ടിയില്ല. എന്താ പ്രശ്നം? എൻ്റെ കാലൊക്കെ കേവ് കയറി ഇപ്പം ഇറങ്ങി. അതിന്റെ ഭാഗമായി ഇപ്പം നിങ്ങൾ കഴിക്കുന്നുണ്ടോ? ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാ ഒന്ന് എൻ്റെ കാലം ഇനിയും വാങ്ങിയോ നമ്മളെ കുറഞ്ഞു 150. HG ഫസ്റ്റ് ഗ്രേഡ് വന്നിട്ട് FT വന്നിട്ട് 5 ലാക്സ് വന്നിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി. പിന്നെ കുറച്ചും കൂടി കടുപ്പം വേണമെങ്കിൽ വേറെ ഉണ്ട്. അത് വില കിട്ടാം. നല്ല സാധനം നമ്മൾ എടക്കൽ കേവ്സ് കണ്ടു മടങ്ങി. രാവിലെ തൊട്ട് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. ഈ ചെറിയ ആനേൻ്റെ റേറ്റ് 11,000 രൂപ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വലിയ ആനക്ക് 45,000 രൂപ. ഭയങ്കര വിലയായിട്ട് തോന്നിയ അവർ പറഞ്ഞു ഈട്ടി എന്ന് പറഞ്ഞൊരു മരത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇനി മുത്തങ്ങയിലേക്ക് പോകാമെന്ന്. ഇപ്പോൾ സമയം ഉച്ച 12:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുത്തങ്ങയിൽ പോകുന്ന വഴിക്കെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് വഴിയിലൊരു വനിതാ മെസ്സ് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറി. അതിന് ശേഷം നമ്മൾ നേരെ വിട്ടത് മുത്തങ്ങയിലേക്ക് തന്നെയാണ്. ഇവിടുന്ന് ആകെ ഒരു 16 കിലോമീറ്ററേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ശരിക്കും ഞാനും ആഗ്രഹിച്ചായിരുന്നു ഈ കാട്ടിലൂടെയുള്ള ഈ ജീപ്പിലുള്ള യാത്ര. വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ, അപ്പം മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിന് നല്ല റേറ്റും ഉണ്ട്. അപ്പം അതും പ്രതീക്ഷിച്ച് നമ്മൾ പോകുന്നത്. ഇനി മുത്തങ്ങയിലുള്ള ആ ഒരു കാഴ്ച നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ആക്കിയിട്ട് പാർട്ട് 2 ആയിട്ട് വരാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും വീഡിയോക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് 1 ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ.